ഹായ്. രാവിലെ തന്നെ ഭയങ്കര ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയത് കേട്ടാ. വേറൊന്നുമല്ല, നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മലമ്പനി കേസ്, ഒരു കുട്ടിക്ക് മലമ്പനി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്ര 40 മീറ്റർ അല്ല 400 മീറ്റർ ചുറ്റളവിലുള്ളവരുടെ എല്ലാം ബ്ലഡ് ശേഖരിക്കണം പോലെ. കാരണം ഇത് പോയി കടിക്കുന്നവർക്കെല്ലാം മലമ്പനി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് രാവിലെ തന്നെ കുറച്ചാൾ വന്ന് ഞാൻ ഷോപ്പിലേക്ക് പോകാൻ പോകുന്നു. എന്നിട്ട് ഇതാ ഇവരോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് നിൽക്കുക, വെറുതെ പോയാൽ മതിയായിരുന്നു. വന്നപാട് ഒരു പറയാ ബ്ലഡ് എടുക്കണം, കുത്തണം, മറ്റേ സാധനം ഇട്ട് കുത്തിയിട്ട് അനക്ക് സൂചി പറ്റൂല. മുമ്പ് പൂച്ച മാന്തിയിട്ട് എന്നോട് ഒരു 5 സൂചി എടുക്കണത്. ഞാൻ ഒന്നടിച്ചപ്പോൾ തന്നെ ഞാൻ മതിയാക്കി. ഞാൻ പറഞ്ഞ ഇനി വേണ്ട എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ലേ. എന്നിട്ട് ഒരു കുത്തീനി അയാൾ അതാ തണുപ്പിക്കാണ്ട കുത്തിയെ. ഇവക്ക് നല്ല സ്മൂത്തില് പെണ്ണുങ്ങളെ കുത്തിയ, എനിക്കൊരു ആണുങ്ങളെ കുത്തിയെ. അമ്മോ എന്തൊരു വേദന അറിയാവുക. അറിഞ്ഞുകൊണ്ട് കുത്തുന്നല്ലേ, എന്നാലും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പറയാണ്ട് കുത്തല്ല. കുത്തി എനിക്ക് കുത്തല്ല, നടക്കൂല. നല്ല കുത്തി. നിന്റെ കാര്യം പോക്കാൻ പോലെ സൂചി കുത്തനെക്കാട്ടി മേനുണ്ട്. നിങ്ങൾ ഇത്ര ടൈറ്റ് കുത്താൻ പാടില്ലല്ലോ. ഇല്ല, കുത്തിയില്ല, നിങ്ങൾ വലിച്ചാൽ ആന്നല്ല, നല്ല കുത്തി എന്റെ ഉള്ളിലെത്തി. കുറച്ചും കൂടി ആക്കി കൊടുത്തേ. നിങ്ങൾക്ക് എത്ര എന്നോ ആകത്തെ കുത്തി എനിക്ക് 43 വയസ്സൊന്നുമില്ല. സത്യം പറയല്ല, എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ടായിനെ. പണ്ട് സ്കൂളിൽ നിന്ന് ഇതുപോലെ കുത്തിനെ, പക്ഷെ അന്ന് ഇത്ര വേദന ഉണ്ടായിട്ടില്ല. ഇതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ആകട്ടെ കുറച്ച് ആഴത്തിൽ കുത്തിയ പോലെ എനിക്ക് തോന്നിയേ. ഞാനിപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചു കേട്ടോ, ഇങ്ങനെ അന്ന് കുത്തുകയും ചോദിച്ചാൽ. അപ്പോൾ ഒരു പറഞ്ഞു വേണ്ടെങ്കിൽ ഞാനിത് എൻ്റെ കൈക്ക് കുത്തി കാണിച്ചിട്ടാ പറഞ്ഞു. ഞാൻ പിന്നെ എന്നാൽ കാണിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഏട്ടൻ്റെ കൈക്ക് കുത്തിച്ചു കേട്ടാ. നോക്കിയിട്ട് ഓരോ കുത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് അമർത്തി കുത്തുന്നുണ്ട്. എനിക്കൊന്ന് അത്ര വേണ്ടാന്ന് തോന്നുന്നു. സ്വന്തം കൈക്ക് സ്വന്തമായിട്ട് കുത്തുന്നുണ്ട. ഇവർക്ക് വേനൊന്നുമില്ല കേട്ടാ. അല്ല, നല്ല വേനുണ്ട്. ഒന്നാമത് നമ്മൾ ഈ വിരലിൻ്റെ അറ്റന്ന് വെച്ചാൽ ഭയങ്കര നൈസ് സ്ഥലല്ലേ. ആടെ കുത്തിയ വേണ്ടാണ് കുരല് സുതി. അമ്മോ ഇല്ല പറഞ്ഞോടല്ലേ നിന്റെ ഇപ്പം കുത്തു രക്ഷപ്പെട്ടു. മലമ്പനി പകരും, വല്ലാണ്ട് പകരും അല്ലേ ഇവറ? പകരുന്നുണ്ടല്ലേ ഇങ്ങനെ ചെക്കിങ്. അതാണ്. അപ്പൊ അല്ല ഇവരെന്നാ പിന്നെ വെന്റിലേറ്ററിൽ അങ്ങനെ ആക്കണ്ടേ ഈ കക്ഷീന? മാത്രമേ ഉണ്ടോ? കൊതുകേരി മറ്റു. അപ്പോൾ സുധീൻ്റെ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് മലമ്പനി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട വേന പോയിട്ടില്ല, ഇപ്പം വേനുണ്ട്. അത് ചെറുങ്ങനെ തൊടാനേ പാടുള്ളൂ. ഇവർ കുത്തിയങ്ങ് താത്തിട്ട് അതാന്ന് തോന്നുന്നു. ആ പരന്ന സാധനമല്ലേ സുധി, നീ നോക്കിക്കോ. അത് അധികം കുത്താൻ പാടില്ല തോന്നുന്നു, കറക്റ്റേ കുത്താൻ പാടുള്ളൂ. അതിൻ്റെ സ്റ്റോപ്പറിന് കണക്കായിട്ട്. അല്ല അനക്ക് ഈ സാധനം ആക്കി തന്നിട്ടില്ല. ഓ അതാന്ന് കേട്ടാൽ ഇത് ഈ തണുപ്പിക്കുന്ന കഴിഞ്ഞാല് വേന അങ്ങനെ അറിയില്ല. അയ്യോ അയ്യോ ഇത് നല്ല വീഡിയോ ആയിരിക്കും കേട്ടോ സുധി. ആ സുധിക്ക് കുത്താൻ വേണ്ടി നിങ്ങൾ വെറുതെ ഒച്ചയാക്കിട്ടാണ്. ആന്നല്ല നല്ല വേനയുണ്ട്. നിനക്കാ തണുപ്പിക്കുന്ന നിനക്കാ തണുപ്പിക്കുന്നാക്കിയിട്ടില്ല. അല്ല അത് ആക്കിയാൽ നമുക്ക് ചെറിയൊരു സുഖം കിട്ടൂലേ? അതിതാണ് ഏത്? അതെ 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 അത് സാനിറ്റൈസർ ആക്കണോ? എൻ്റെ അത് ആക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇത് വന്ന പച്ചക്കല്ല് കുത്തുന്നു. എൻ്റെ അമ്മ കൊടുത്തു ചൊരാണ്ട്. ഒരു പേനിയില്ല കഥയില്ല ബോധമില്ല. നീ എന്തിനാടി എന്ത് മനുഷ്യനാ നീ? ഞാനെത്ര സൂചി കുത്തിയതാ. പിന്നെ ഇവക്ക് സൂചി കുത്തുമ്പോഴല്ല ഒരു നാണവുമാനുമില്ല, ഒരു റിയാക്ഷൻ വേണ്ടേ, ഒന്നുമില്ല. ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, അങ്ങനെ തന്നെ കുത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചോര സറസറാ പോകുന്നു. വേന തോരുന്ന സാധനം വേണ്ടേ? വേന ഉണ്ടായിട്ടില്ല.
ഞാൻ എത്ര ഇഞ്ചക്ഷൻ അടിച്ചതാ പിന്നെ ചീള കേസ് ഒരു ഈട കുത്തിയിട്ട് ബ്ലഡ് എടുക്കുന്നതിനോ കൂക്കി നിലവഴിഞ്ഞു ഞാൻ മനസ്സിൽ ശിശിരാ ഏത് സമയത്ത് അനക്കട നിൽക്കാതെ ബാങ്ക് വിട്ടാൽ മതിയായിരുന്നു. അടുത്ത നിന്നെ കുത്തുന്നേരം നോക്കിക്കോന്ന് അന്നെ കുത്തിയപ്പോ ഭയനില്ലേ, ഞാൻ വെച്ച് ഇവളും അങ്ങനെ നോക്കുമ്പോ ഒരു 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 ഇതില്ല, ഒരു മനുഷ്യനാണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യണ്ട, ഒരു റിയാക്ഷൻ പറയില്ല. പക്ഷേങ്കില് പിന്നെ ഈ കുത്തുന്ന ആൾ എനിക്ക് കാണിച്ചു തരാം. അവരുടെ ഞാൻ ഇപ്പൊ കുത്തി കാണിച്ചിട്ട് എൻ്റെ ഉറകൈക്കലെടുത്ത് കുത്തി എൻ്റെ ഇതായി കൈക്ക് പച്ചടിക്കുമ്പോട്ടല്ല ഞാൻ കൂക്കി നിലവേരായിരുന്നതാ. ഇടുംബലിയുണ്ട് കണ്ണും ചെമ്മി കൂക്കി ഭയ ലാസ്റ്റ് മടുത്ത് കൂക്കി മടുത്ത് പിന്നെ കൊടിച്ച് പിടിച്ച് എന്നിട്ടാണ് ഇത് ഈ പച്ചടിച്ചത് കംപ്ലീറ്റ്. നോക്കിട്ടെ നമ്മളെ ഷോപ്പിലെടുത്തപ്പോൾ അടിച്ചാണ് ഇത്. എന്താന്ന് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒറ്റ ബലി ഇറന്നൊരു ബലി, പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് നട നിന്ന് കൊടുത്ത് കംപ്ലീറ്റ് ആക്കാണ്ട് പോയി കഴിഞ്ഞാ പിന്നെ ഡിസൈൻ കംപ്ലീറ്റ് ആക്കണ്ട. അങ്ങനെ അതിയായിട്ട് വേദന കുറേ സഹിച്ചതാ. ഇന്ന് കുറേ കാലം വീണ്ടും വേദന സഹിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും കൂടി പറയാമെന്ന് വെച്ചാൽ വീടിന് ചുറ്റുമുള്ള വെള്ളം കെട്ടിയിരിക്കുന്ന എല്ലായിടത്തങ്ങ് മറച്ചോ. കാരണം കൊതുക് ഈ പറഞ്ഞ പോലെ ഈ മലമ്പനി ഉള്ളാളെ കടിച്ചിട്ട് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മലമ്പനി വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അയൽവക്കത്ത് എനിക്കൊന്നൊരു എത്ര മീറ്റർ 20 മീറ്റർ അപ്പുറമാണ് ഈ വീട്. അപ്പോൾ ഞാൻ ചോദിച്ച് പിന്നെ അടുത്തായതുകൊണ്ട് പകരലെങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അവരെ വെച്ചൊന്നുമില്ല. ഇപ്പോൾ പേഷ്യൻറ്റിനാ കൊതുകാലിട്ട് മൂടിയിട്ടാവുന്നത്. അപ്പോൾ ആ കുട്ടീനെ കൊതുക് കടിച്ചിട്ട് നമ്മളെ കടിച്ചാലാത് പ്രശ്നം. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എവിടെയല്ലോ ഏതെല്ലാം ദൂര സ്ഥലങ്ങളിൽ ഉള്ളവരാണെങ്കിലും ഈ ടൗണിൽ ഫ്ലാറ്റിലുള്ളവരാണെങ്കിൽ തൊട്ടടുത്ത റൂമിൽ ആരാ താമസിക്കുമെന്ന് അറിയില്ല. ഇതുപോലത്തെ രോഗികളുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞോടാ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെള്ളം കെട്ടിക്കാനുള്ള സാധ്യത ഒഴിവാക്കുക. പിന്നെ കൊതുകുവല നിർബന്ധമായിട്ട് എല്ലാവരും വാങ്ങി വെക്കുക. ഞാൻ സുധിയോട് പറഞ്ഞു ഇന്ന് തന്നെ കൊതുകുവല ഇട്ടോ മക്കൾക്കെല്ലാം. കാരണം രാത്രി കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിലോ കുന്തിരിക്ക അല്ലേ, കുന്തിരിക്കം പുകയിപ്പിക്കുക. എന്നാൽ തന്നെ കൊതുകൊന്നും റൂമിൽ എവിടെയും വരില്ല. കുന്തിരിക്കം പുകയിച്ച് അതിനുശേഷം വാതിലും കടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, കൊതുകുള്ളിൽ കയറില്ല, സുഖമായിട്ട് കിടന്നു തുടങ്ങുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. രോഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, വരാണ്ടിരിക്കാൻ നോക്കൽ എളുപ്പമെന്നല്ലേ ശ്രദ്ധി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളത്. എന്തായാലും അലക്കത്ത് ഞാൻ പറയാ ഇനി ഒരാൾക്ക് മലമ്പനി വരരുതെന്ന് പ്രാർത്ഥിക്കുക. കാരണം നമുക്കും കിട്ടും സൂചി കുത്ത്, സഹിക്കണം ഇതല്ലോ. അതുകൊണ്ട് ഇവിടെ ആർക്കും അങ്ങനത്തത് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആർക്കും അസുഖം വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ സുധി. ശരി എന്നാൽ പിന്നെ ഓക്കെ ബൈ.